വട്ടവട കേരളത്തിൻ്റെ വെജിറ്റബിൾ ക്യാപിറ്റൽ എന്നോ മാർക്കറ്റ് ക്യാപിറ്റലോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടം. കേരളത്തിൻ്റെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് സമീപം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം. തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളിൽ ധാരാളം കൃഷി ചെയ്യപ്പെടുന്ന ഒരിടം. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നൊക്കെ നമുക്ക് വിളിക്കാം. പശ്ചിമഘട്ടത്തിലെ പഴനി കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടു നിവർന്ന് വ്യാപിച്ചു കിടക്കുന്നു. മൂന്നാറിലേക്ക് വരുന്ന ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി തന്നെയാണ് ഇതിന് കാരണം. മൂന്നാറിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ യാത്ര ചെയ്താൽ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിവിടെ എത്തിച്ചേരാം. മൂന്നാറിലേക്ക് വരുന്ന ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. വട്ടവടയുടെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി തന്നെയാണ് അതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ബൈക്കിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. പകൽ സമയത്തും അത്യാവശ്യം നല്ല തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടാറുണ്ട്. ഈ തേയിലത്തോട്ടങ്ങൾ കടന്ന് പാമ്പാടി ഷോല നാഷണൽ പാർക്കിലൂടെ കാട്ടുവഴികളിലൂടെ നമുക്ക് വട്ടവട എത്തിച്ചേരാം. വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്ന ഇവിടം ഡിസംബർ മാസങ്ങളിൽ സന്ദർശിക്കാൻ വളരെ അനുയോജ്യമാണ്. കാട്ടുപാതയിലൂടെയുള്ള യാത്ര വളരെയേറെ വേറിട്ടതാണ്. വന്യമൃഗങ്ങളെ നമുക്ക് ഈ യാത്രയിൽ കണ്ടുമുട്ടാനായി സാധിക്കും. 6 മണിക്ക് ശേഷം ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ പാടാണ്. നമ്മളെ ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ യാത്ര തിരിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാറിൽ നിന്ന് രാവിലെ ഇറങ്ങി നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാം. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും. വൈകുന്നേരത്ത് നല്ല തണുപ്പ് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. സ്ട്രോബെറി, പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, നെല്ലിക്ക തുടങ്ങി ധാരാളം പഴവർഗ്ഗങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തട്ടുതട്ടായുള്ള ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ വേറിട്ടതാകുന്നത്. ശൈത്യകാലത്ത് -4 ഡിഗ്രി വരെ ടെമ്പറേച്ചർ അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് പറയുന്നു. അധികമാരും എത്തിച്ചേരാത്ത ചിലന്തിയാർ വെള്ളച്ചാട്ടം, ഹണി മ്യൂസിയം, ഹിൽ വ്യൂ പോയിന്റ്, പഴത്തോട്ടം വഴിയുള്ള യാത്ര ഇതെല്ലാം നമുക്ക് വേറിട്ടൊരു അനുഭവമാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിന് കൂടെയാണ്. ഡാം കടന്നാണ് നമ്മളിവിടെ എത്താറുള്ളത്. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ്. പ്രത്യേകതരം ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്കുള്ള യാത്ര, ബൈക്ക് യാത്ര വളരെയധികം മനോഹരമാണ്. ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ യാത്ര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. മൂന്നാർ പോകുന്നവർ ഉറപ്പായിട്ടും വട്ടവട കൂടെ സന്ദർശിക്കണമെന്ന് ഞാൻ പറയുന്നു. കാരണം വളരെയേറെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണ് വട്ടവട. അങ്ങോട്ടുള്ള ബൈക്ക് യാത്ര വളരെയധികം നല്ലതാണ്. ഈ കാണിച്ചിരിക്കുന്നത് പാമ്പാടി ഷോല നാഷണൽ പാർക്കാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയൊക്കെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് കാട്ടുപാതയാണ്. കാട്ടുപാതയിലൂടെ വളരെയധികം നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരാം. പകൽ സമയങ്ങളിൽ വന്യമൃഗങ്ങളെ കാണുന്നത് വളരെ കുറവാണ്. ഈ വഴികളൊക്കെ തന്നെ ഞങ്ങൾ രാവിലെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് കാണപ്പെട്ടു. നല്ലൊരു തണുപ്പ് രാവിലെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നമുക്ക് മിക്കപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വഴികളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് വട്ടവട എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എല്ലാവരും വട്ടവട സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്നു.